ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നെൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള അരിപ്പൂരിയാണ്. നിത്യവും തയ്യാറാക്കുന്ന ഗോതമ്പ് പൂരിയേക്കാളും വളരെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ മാവ് കുഴക്കാനും പരത്താനും ഒക്കെ വളരെ സിമ്പിളാണ്. ഒരു തുള്ളി വെള്ളം പോലും വേണ്ട ഈ ഒരു മാവിനെ കുഴച്ചെടുക്കാനായിട്ടും. ഒരു മിക്സിയുടെ ജാർ ഉണ്ടെങ്കിൽ വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അരിപ്പൂരിയെ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും തയ്യാറാക്കാം. ഒരു തരി പോലും എണ്ണ കുടിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു പൂരി വൈകിട്ടായാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ക്രിസ്പി പൂരിയെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അരിപ്പൂരി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്, നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചോറ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നല്ല ചൂട് ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം ചൂട് ചോറില്ലെങ്കിൽ തണുത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി കൂടെ തന്നെ ഒരു 1/4 കപ്പോളം റവ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ തന്നെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റുമ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. മിക്സിയുടെ ജാറിലേക്ക് അരിപ്പൊടിയെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനെ പെട്ടെന്ന് തന്നെ ഒന്ന് കറക്കിയും കൂടി എടുത്തിട്ട് വരാം. ഒരു 2 മിനിറ്റ് നേരമാണ് ഞാനിവിടെ കറക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്ത മാവിന് അതേ ബൗളിലേക്ക് തന്നെ ഒന്നിട്ട് കൂടി കൊടുത്തിട്ട് കൈകൊണ്ട് ഒന്നുകൂടെ കൂട്ടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നിങ്ങളെടുക്കുന്ന അരിപ്പൊടിയെ ഇതുപോലെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചോറ് ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ പൊടിയെ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെ കുഴച്ചെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ നമ്മുടെ കൈകളിലൊന്നും ഇതുവരെയും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ മാവിനെ നല്ലതുപോലെ കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടൻ തന്നെ ബോൾസ് ആക്കി എടുക്കണം. നമുക്ക് ഈ മാവിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് മാറ്റുവാണ്. നിങ്ങൾക്ക് വലിയ പൂരിയാണ് താല്പര്യമെങ്കിൽ കുറച്ചുകൂടെ മാവൊക്കെ എടുത്തിട്ട് വലുതാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. ഒരു തരി പോലും കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമ്മളെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്കൊരു പ്രസ്സിലേക്ക് വെച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് പ്രസ് ചെയ്തുകൂടി എടുക്കാം. നമ്മുടെ പൂരി നല്ല ഷേപ്പോട് കൂടി തന്നെ നമുക്കിവിടെ പരത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പരത്തിയെടുത്ത പൂരിയെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാലോ, ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേപ്പോടുകൂടി തന്നെയാണ് നമുക്കിവിടെ ഇതുപോലെ ചെയ്തെടുക്കാനും സാധിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാ പൂരിയെയും ഞാനിവിടെ പരത്തി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വീർത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ മൊരിഞ്ഞു വരുമ്പോൾ ഇതിനെ ഒന്ന് പൂരിയും കൂടെ മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അടുത്തതും എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പൂരിയുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നല്ലൊരു പൂരിയെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നിത്യവും തയ്യാറാക്കി കഴിക്കുന്ന ഗോതമ്പ് പൂരിയേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ മാവ് കുഴച്ചെടുത്ത് നല്ല ക്രിസ്പി പൂരിയെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പൂരിയെ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് നല്ല ക്രിസ്പിയാണ്. ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. ഞാനിവിടെ പൂരിയെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഒരു തരി പോലും എണ്ണയും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആണ് എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നുപോകരുത്. നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ വാക്കുകളുമാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ള ആളുകളിലേക്ക് എത്തപ്പെടുന്നത്. നമ്മളെടുക്കുന്ന ഓരോ വീഡിയോയ്ക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകൾ ഒരുപാട് തന്നെയുണ്ട്. നിങ്ങൾ തരുന്ന ഓരോ വീഡിയോയുടെ വ്യൂസിൻ്റെ ദൈർഘ്യവും നമ്മുടെ വീഡിയോസിൻ്റെ വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. ഈ ഒരു കാര്യം ഞാൻ താഴ്മയോട് കൂടി തന്നെ പറയുവാണ് കേട്ടോ. വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് കമൻ്റ് ഇട്ട് പോവല്ലേ കൂട്ടുകാരെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും കണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി, പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.